എന്റെ രാവിലത്തെ കോലം ഒന്ന് കാണിക്കട്ടെ. എന്താണല്ലേ ഇന്ന് രാവിലെ ഇപ്പൊ എന്നെ സംഭവം എന്ന് വെച്ചാൽ എഴുന്നേറ്റ് വന്നിരുന്നു. അപ്പൊ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ രാവിലത്തെ ചില കാഴ്ചകളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ച് ഞാനിപ്പോ രാവിലെ പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ എന്താണ് ചോറ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇതൊക്കെ റെഡിയാക്കണം. അപ്പൊ രാവിലെ ഒരു 4:30 ആയപ്പോഴേ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടികളിലാണ്. സമയം കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ നിങ്ങൾ കാണണം കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ പുറപ്പെടുകയെന്ന് ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ ഉച്ചക്കത്തെ ലഞ്ച് ബോക്സ് എന്താണെന്ന് കാണാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബോക്സ് എന്താണെന്ന് കാണാം. ഇങ്ങനെയൊക്കെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാനും രാവിലെ എല്ലാ ദിവസവും ഇതൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ ക്യാമറയെ പിടിച്ചിട്ട് ഇതൊന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാൻ നമുക്ക്. നേരം വെളുത്ത സമയം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും രാവിലെ നമ്മള് അരി അടുപ്പിട്ടിട്ടുണ്ട്. അരി ഇങ്ങനെ വെന്തൊന്നുമില്ല, ഇപ്പൊ അരി അങ്ങ് അടുപ്പിട്ടുള്ളൂ. അപ്പൊ ഒപ്പം തന്നെ അടുക്കളയിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഇന്നത്തെ ആദ്യം തന്നെ നമ്മൾ ചായ വെക്കുകയാണ് കേട്ടോ. ഇവിടെ 2 വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. വഴുതനങ്ങ അല്ല, കത്തിരിക്ക കേട്ടോ ഇത്. അമ്മത് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ചായ. ഇതെന്തായാലും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു 2 കത്തിരിക്കയാണ് കേട്ടോ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്കത്തെ കറി ഉണ്ടാക്കാൻ പോണേ. ഇതിന്റെ അകത്തെ ഈ സാധനം ഒന്നും ഞാൻ എടുത്ത് കളയുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് സിമ്പിൾ കറിയാട്ടോ. ഈ വെളുത്തുള്ളി നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ചതക്കണേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ രാവിലെയൊക്കെ ഉള്ള പെട്ടെന്നുള്ള എളുപ്പക്കറികളാണ് ഇതൊക്കെ. പിന്നെ കത്തിരിക്കൊക്കെ അരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ എപ്പോഴും പുഴുവും കേടും ഒക്കെ കാണും. അപ്പൊ അതെ എന്തായാലും ഒരു ലേശം ഉപ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സില്. ഗ്ലാസ് അല്ല, ഇത് നമ്മുടെ വലിയ കപ്പാണ്. അപ്പൊ അതെ ലേശം മുളക് പൊടിയും കൂടി എടുക്കുവാണ്. ലേശമുള്ളൂ മുളക് പൊടി, അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മള് വേറെ ഒന്നും ചേർക്കണില്ല. ഇത് 3ഉം കൂടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഒന്ന് പെരട്ടി ഒരിച്ചാനും വെച്ചേക്കും. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കാത്ത എന്താന്ന് വെച്ചാല് സമയം കുറെ പോയി തുടങ്ങിയാണ്. അപ്പൊ അത് കാരണം ഇതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ ഡിലേ ആവും. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് രാവിലെ. അപ്പൊ ചോറിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുന്നത്. ഒരു പാത്രത്തിൽ നമ്മളിത് കുറച്ച് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട്. പിന്നെ അടുത്ത പാത്രത്തിൽ നമ്മുടെ ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ലേശം വെളിച്ചെണ്ണ അടുപ്പിട്ടിട്ടുണ്ട്. അടുപ്പിലല്ല, ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. കടുകിടമ്മ ആയില്ലേ? ലേശം ഉഴുന്നും കൂടി ഇടുന്നുണ്ടല്ലോ. അപ്പൊ അത് അന്നേരത്തേക്ക് നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചോണ്ടിരിക്കുവാണേ. അപ്പൊ ഇതൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ അതിന്റെ ഇടയ്ക്ക് ഇട്ടു. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് രാവിലെ പോകണമെന്ന് അതൊക്കെ എടുക്കായിരുന്നത്. അപ്പൊ നമ്മുടെ റവയാണ് കേട്ടോ. ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു. ഇതിനകത്ത് ക്യാരറ്റൊക്കെ ഇടുന്നൊക്കെ വേറെ രീതിയിൽ ഇടാം കേട്ടോ. വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ എല്ലാം മൂപ്പിച്ച് കഴിഞ്ഞിട്ടാലും മതി. അങ്ങനെയും നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. എല്ലാ രീതിയിലും ഉണ്ടാക്കണം അല്ലേ? ഇപ്പോഴാണ് കേട്ടോ ഉപ്പിടുന്നത്. വീട്ടിലായിക്കോട്ടെ, സമയം പോകും. അപ്പൊ അമ്മയുടെ രാവിലത്തെ പണികളൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു. ചോറായിട്ടുണ്ട്, പിന്നെ കറി ഇരിപ്പുണ്ട്, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അമ്മ അങ്ങ് റെസ്റ്റ് എടുത്താൽ മതി എന്നിട്ട്. അപ്പൊ അതെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങായും കൂടെ ചട്നിക്കൊണ്ട് വന്നപ്പോ ഒരു കുഞ്ഞുമുറി തേങ്ങായും കൂടെ ഇട്ടു. ഇനി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ പ്രോസസ്സ് നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കണേന്ന് പറയാനുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. ചിലര് ഈ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. എന്നിട്ട് റവ അതിലേക്ക് ഇടും. ഞങ്ങൾ പക്ഷെ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അവസാനം വേണമെങ്കിൽ ഇച്ചിരി പച്ചവെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒഴിക്കാറില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹോട്ടൽസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പച്ചവെളിച്ചെണ്ണയൊക്കെ ലാസ്റ്റ് ഒഴിക്കാറുണ്ട്. വെറുതെ
എണ്ണ ഒഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞാമേ ഇനി പയ്യെ പയ്യെ കണ്ടോ ഇങ്ങനെ വേവിച്ച് ഇങ്ങനെയാണ് നമ്മളിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇനി അല്ലാത്ത രീതിയിലും ഉണ്ടാക്കും കേട്ടോ. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിയൊക്കെ വഴറ്റൂലേ, ക്യാരറ്റ് നമ്മൾ എടുത്തില്ല, ക്യാരറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം അങ്ങനെയല്ല, വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. അത് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവയൊക്കെ ആഡ് ചെയ്തിട്ടും അപ്പൊ ഉപ്പൊക്കെ നമ്മൾ ആ വെള്ളത്തിൽ പാകത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമല്ല, അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറ് എപ്പോഴും. ഞാൻ പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഞാൻ അങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ ഉണ്ടാക്കും, എല്ലാ രീതിയും ഇഷ്ടമാണ്. അപ്പൊ ഏകദേശം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അകത്തെ പരിപാടി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അരിയൊക്കെ എന്തെങ്കിലും തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഫ്രൈങ് പാൻ്റെ ഇച്ചിരി എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പെരട്ടി വെച്ചാണ് സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ലേശം കടുകിട്ടൊക്കെ അതിൻ്റെ അകത്തേക്ക് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളി ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒപ്പം നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇവിടെ ഇങ്ങനെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പില നമുക്ക് അതിനകത്തേക്ക് ഇടാം. നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര പാടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കയ്യിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട്. നമുക്ക് നല്ല ഫ്രെയിമുകളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എടുക്കാമായിരുന്നു. പോട്ടെ. എന്തായാലും ഞാൻ പിന്നെ അതിനകത്തേക്ക് ഒന്നും ചേർത്തില്ല. ഇത് പയ്യെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നാൾ പറഞ്ഞില്ല ഞങ്ങളുടെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം, മാറ്റണം എന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ പെയിന്റ് ഒക്കെ അടിച്ചു കേട്ടോ അന്ന് അമ്മയൊക്കെ ഇവിടെ ഇല്ലാത്ത സമയത്ത്. പിന്നെ ശരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വേറെ കുറെ കോമഡിയിലൊക്കെ പറയത്തില്ലേ, എന്റെ ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ വേറെ രീതിയിലായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ മനസ്സിലെ കൺസെപ്റ്റ് ഒക്കെ വേറെയായിരുന്നു. കുറെ അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാഞ്ഞോണ്ട് അപ്പൊ നിങ്ങളെ വീഡിയോ കാണിക്കായിരുന്നു പിന്നീട്. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഒക്കെ ചേഞ്ചസ് ഒക്കെ ചെയ്യും ഇതിൻ്റെ അകത്ത്. പെയിന്റ് ഒക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ. പിന്നെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ടാക്കിട്ടോ. ഈ വലിയ കിച്ചണിലൊക്കെ പറയുന്ന കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ വേറെ കൗണ്ടർ ഞങ്ങളിവിടെ കിച്ചണിൽ സെറ്റ് ചെയ്തു. അതൊക്കെയാണ് ഇപ്പോഴത്തെ അടുക്കളയുടെ ഒരു വ്യത്യാസം. പിന്നെ എല്ലാം ഉണ്ടല്ലോ, സത്യം പറയാലോ, എല്ലാം ഇങ്ങനെ അടുക്കി പിറക്കി ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടൊന്നും അല്ല വെച്ചേക്കണത്. കാരണം മിക്കവാറും ഞാൻ ഈ രാത്രിയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഓർഗനൈസ് ചെയ്തൊന്നും വെക്കാനൊന്നും എനിക്ക് പറ്റാറില്ല. സത്യം അതാ സംഭവം. അപ്പം എല്ലാം ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഫ്രിഡ്ജും അടുക്കളയൊക്കെ ഒരു 2 ദിവസം സത്യം പറഞ്ഞാൽ അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിൽ 2 ദിവസം അവധി കിട്ടുന്നില്ല, അതാണ് സംഭവം. അവധി കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. അവധി കിട്ടി നമുക്ക് ഒരു ദിവസം ഇപ്പം ഞായറാഴ്ച ഇപ്പൊ അവധി വന്നാലും രാവിലെ ആകുമ്പോൾ തുണി കഴുകാൻ അങ്ങനെ ഇഷ്ടം പോലെ, പിന്നെ അങ്ങനെ കുറെ അടുക്കളത്തെ പരിപാടികളൊക്കെ കാണും. അപ്പൊ ഒന്നിനും സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ രാവിലെയല്ലേ ഇവിടെ പോകുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഈ സമയത്ത് എഴുന്നേറ്റ് ഒരു ചായക്കപ്പാണ്, ചായയൊക്കെ കുടിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് രാവിലെ ഇവിടുന്ന് പോകുന്നു. പിന്നെ വരുമ്പോഴത്തേക്കും പാതിരാത്രി ആവത്തില്ല, ഒരു 8 മണി 7:45 8 മണിയാവും വരുമ്പോ. അപ്പൊ അത്രയും സമയമുള്ളപ്പോ പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാറ്. അപ്പൊ എന്തായാലും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് കൊണ്ടുപോകാനുള്ള എടുക്കാൻ പോവാട്ടോ. ഇപ്പൊ ഇലയിലാണ് ചോറ് കൊണ്ടുപോകണം. എല്ലാ ദിവസവും ഇലയിലൊന്നും അല്ലാട്ടോ കൊണ്ടുപോകുന്നത്, ചിലപ്പോൾ പാത്രത്തിലൊക്കെ കൊണ്ടുപോകണം. ഇന്ന് എനിക്ക് ഇലയിൽ കൊണ്ടുപോകണം തോന്നിയോണ്ട് ഞാൻ ഇലയിൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിൽ തന്നെയാണ് കൊണ്ടുപോകണം. ചിലപ്പോൾ ചോറ് കൊണ്ടുപോകാറില്ല. ചപ്പാത്തിയൊക്കെയാണ് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് എന്തെങ്കിലും സാധനത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുകയാണ്. മതി ചോറ് മതി. അപ്പൊ എന്നൊക്കെ കറിയിൽ നോക്കാം. അച്ചാറുണ്ട്, യെസ്. പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങ അമ്മ ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ എനിക്ക് കഴിക്കാനല്ല കേട്ടോ, ഇത് എല്ലാവരും കൂടി കഴിക്കാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോറിന് കറി ഞാനിപ്പോൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ കറി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചൊക്കെ ഇതിനകത്ത് വെക്കാൻ വേണമെങ്കിൽ അല്ലേ, പക്ഷെ വേണ്ട, ഇത് മതി ചോറിനായിട്ട്. മുട്ടയെ കരിമഞ്ഞ് ഇഷ്ടംപോലെ ഫ്രിഡ്ജിൽ കരിമഞ്ഞ് ഇരിപ്പുണ്ട്. ചമ്മന്തി വേണമെങ്കിൽ വെക്കാം, അതൊക്കെ വെക്കാം, ഒന്നും വെക്കുന്നില്ല. പക്ഷെ ഇത് മതി. ഒരു അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ ചക്കുരു മാങ്ങയും കറിയുണ്ട്, പിന്നെ അത് മതി. ഇനി എന്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടി എടുക്കാൻ പോകണം കേട്ടോ. ഇതിപ്പോ നമ്മൾ രാവിലത്തേക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ ഉപ്പുമാവ് ഉണ്ടോ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഇത്രേ ഉള്ളൂ. കടയിൽ നിന്ന് കഴിക്കുന്നേക്കാൾ എനിക്കിഷ്ടം ഈ ഉപ്പുമാവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ചോറും പൊതിക്കകത്ത് മുട്ട വെക്കാത്തതെന്നും കൂടെ പറയാട്ടോ.
അപ്പൊ ഉപ്പുമാവിന്റെ കൂടെ കഴിക്കാനായിട്ട് പഴയില്ല, എന്താണ് പപ്പടം ഇല്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പൊ എന്തായാലും എന്ത് ഞാനൊരു മുട്ട പൊരിച്ചാണ് ഇതിന്റെ കൂടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ചോറിന്റെ അകത്ത് മുട്ടയൊന്നും വെക്കാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോറിന്റെ അകത്ത് മുട്ടയൊന്നും വെച്ചിട്ട് പോകാറില്ല വലിയ കാര്യമായിട്ട്. ഇനി നമ്മുടെ രാവിലത്തെ കറിയില്ലേ, രാവിലെ ഉണ്ടാക്കിയ വഴുതനങ്ങ കറി, അതും കൂടെ ഒരു ഇച്ചിരി ഇതിന്റെ കൂണി വെച്ചേക്കാം. അപ്പൊ ഉപ്പുമാവ് കഴിക്കാനായിട്ടൊരു ഒരു ഒരു രസം തോന്നട്ടെ എന്ന് ചോദിച്ചാൽ അതും കൂടെ വെക്കുന്നത്. അതൊരു ലേശം മതിമോ? ആണോ? അതെന്തിനാന്നറിയോ ഇടുന്നത്? ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് അവരിത് എനിക്ക് തോന്നിട്ട് ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. കത്തിരിക്ക മെഴുക്കുവരട്ടി, വഴുതനങ്ങ മെഴുക്കുവരട്ടി ഒക്കെ. പിന്നെ അമ്മയ്ക്ക് വേണ്ടി കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയോട് ആരോ പറഞ്ഞു ഇങ്ങനെ വഴുതനങ്ങ, ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, വഴുതനങ്ങ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് വഴുതനങ്ങ. അതുകൊണ്ട് അമ്മയ്ക്ക് കുരുവുള്ള സാധനം വഴുതനങ്ങ കഴിക്കാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അന്നത്തെ വേദനയുടെ കാര്യം ഓർക്കുമ്പോൾ അമ്മ ഒരിക്കലും കഴിക്കത്തില്ല. എടുത്തു ഇതാണ് കേട്ടോ എൻ്റെ അപ്പോൾ ഇന്നത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ നോക്കിയേ, നമ്മള് പഴയില്ല പപ്പടമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ അടിപൊളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. പിന്നെ അതെ, ഇതെനിക്ക് സ്നാക്സ് ആട്ടോ. ഇതെനിക്ക് രാവിലെ 11 മണിക്കോ അതല്ലെങ്കിൽ 4 മണിക്കോ, 4 മണിയല്ല 3:30ക്കോ ചായ കുടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് നമ്മുടെ ചക്ക തെരളിയാണ്. അപ്പൊ അതെ, ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇന്നത്തെ മുഴുവൻ പരിപാടികളും കഴിഞ്ഞ് രാവിലെ തന്നെ. അപ്പൊ ഇനി എന്താണെന്ന്, ഇനി ഒരു ഓട്ടപ്രദക്ഷിണം എനിക്ക് റെഡി ആവാനുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന്റെ ഒക്കെ വെറൈറ്റി ഒക്കെ കാണിക്കാട്ടോ. കാരണം ഇന്ന് നമ്മളൊരു പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചില ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. 5 മിനിറ്റ് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പലതും ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. ഉള്ളത് കൊണ്ട് അത് ഉണ്ടാക്കി. അപ്പൊ നമുക്കുള്ള സാധനങ്ങൾ വെച്ച് ചില ഫുഡുകൾ രാവിലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ കഴിക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കൊച്ചടുക്കളയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് വിട വാങ്ങുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.